കുറച്ച് കാലത്തിന് ശേഷം പഴയൊരു ഫ്രണ്ട് എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യനാണ്, സീസൺ മാറുന്ന പോലെയാണല്ലോ നിൻ്റെ ഹെയർ ടൈപ്പ് മാറുന്നതെന്ന്. ഐ ആം എ ഗേൾ ബോൺ വിത്ത് കേളി ഹെയർ, പക്ഷേ ഐ ലവ് മോർ സ്ട്രെയിറ്റ് ഹെയർ. അതുകൊണ്ട് സ്ട്രെയിറ്റ് ഹെയർ ആക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത എല്ലാ വൃത്തികെട്ട പണികളും ഞാൻ എൻ്റെ ഹെയർ ചെയ്തിട്ടുണ്ട്. അവസാനം ഞാൻ വീട്ടുകാരുടെ കയ്യും കാലും ഒക്കെ പിടിച്ച് മുടി സ്മൂത്ത് ചെയ്തു. സ്മൂത്ത് ചെയ്ത ആവേശം ഹെയർ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ എനിക്കില്ലായിരുന്നു. എന്തായി, ഗ്രാജുവലി ഹെയർ ഫോളും തുടങ്ങി. അത് കണ്ട് അമ്മ പറഞ്ഞു, ഇനി മോള് സ്മൂത്ത് നീ ചെയ്യണ്ടാന്ന്. അത് പറഞ്ഞാൽ ഞാൻ കേൾക്കൂ, ഞാൻ വീണ്ടും സ്മൂത്ത് ചെയ്തു. ഒത്തിരി പ്രാവശ്യം എന്നെ റൂട്ട് ചെയ്തുകൊണ്ട് വരുന്നു. അറ്റ്ലാസ്റ്റ് എനിക്ക് മനസ്സിലായി, സ്ട്രെയിറ്റ് ഹെയർ അല്ല കേളി ഹെയറും ഇപ്പം ട്രെൻഡാണെന്ന്. എന്തുകൊണ്ട് എൻ്റെ ഒറിജിനൽ ഹെയർ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൂടാ? പക്ഷേ എന്ത് ചെയ്യാൻ, അത് ആലോചിച്ച് വന്നപ്പം തന്നെ എൻ്റെ ഹെയറിൻ്റെ ഉള്ള തിക്നെസ്സും പോയി. പൊതുവെ ഹെയറിൽ ഒന്നും ചെയ്യേണ്ട ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ചെയ്തതാണ്. നമ്മുടെ ഉലുവയില്ലേ, ഫെനുഗ്രീക്ക്, അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഹെയറിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് മസാജും ചെയ്യാം. ഡെയിലി ചെയ്യണമെന്നൊന്നുമില്ല. ഞാനൊന്നും ഹെയർ ഡെയിലി വാഷ് ചെയ്യാത്ത ആളാണ്. 2 days ഇടവിട്ടാണ് ഇത് ആക്ച്വലി ചെയ്യാറ്. പനി, ജലദോഷം ഇതൊന്നും വരാണ്ട് പ്രത്യേകം സൂക്ഷിക്കുക. ഞാൻ ആക്ച്വലി യൂസ് ചെയ്തതിൻ്റെ ബാക്കി ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. അറൗണ്ട് 1 week അതേ ഒരു കണ്ടെയ്നർ സൂക്ഷിക്കാറുള്ളൂ. ആക്ച്വലി എനിക്കിപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ പഴയ മുടിയുടെ തിക്നെസ് ഒരുവിധം വന്നു തുടങ്ങിയിട്ടുണ്ട്. മൊത്തം ചെയ്തതോടുകൂടി ഉണ്ടായിരുന്ന എല്ലാ തിക്നെസ്സും പോയായിരുന്നു. പിന്നെ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.